Hi, welcome back to Rich Seju. It's me, Tanzira. Today I am going to discuss about the most expected questions coming under Management Theory and Practices of New Syllabus 2024. അതായത് 4-year UG ഡിഗ്രീൻ്റെ ഭാഗമായിട്ടുള്ള 2024 പുതിയ സിലബസ് പ്രകാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള കമ്പൽസറി ആയിട്ട് പഠിക്കാനുള്ള മേജർ പേപ്പറായ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സ് എന്ന ഹെഡിങ്ങിൽ വരുന്ന മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് KU 1DSCC SCOM 100 എന്ന കമ്പൽസറി പേപ്പർ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ് എല്ലാ കണ്ണൂർ യൂണിവേഴ്സിറ്റീൻ്റെ അഫിലിയേഷനുള്ള എല്ലാ കോളേജുകളിലും കമ്പൽസറി ആയിട്ട് BCom കുട്ടികൾക്ക് പഠിക്കാനുള്ള മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇതുവരെ യൂട്യൂബിൽ ആരും തന്നെ അപ്ലോഡ് ചെയ്യാത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് റിഡ് സെജിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ ക്വസ്റ്റ്യൻ മറ്റുള്ള എല്ലാ കോളേജിലെ പുതിയ സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കും കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യാം. സോ സീ ദ ക്വസ്റ്റ്യൻസ്. സോ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. നമ്മൾ പണ്ട് മുതലേ +1 ഓൺവേർഡ്സേ നമ്മൾ മാനേജ്മെൻറ്റ് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നതാണ്. എന്നിരുന്നാലും അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് നമ്മളിവിടെ UGക്ക് നമ്മൾ പഠിക്കുന്നത്, ഡിഗ്രിക്ക് പഠിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ വിത്ത് പീപ്പിൾ ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് നമ്മുടെ കാര്യങ്ങൾ ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും മറ്റുള്ളവരുടെ സഹായത്തോടെ നമ്മൾ ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ കോമൺ ഗോളിലേക്ക് എല്ലാ ആക്ടിവിറ്റീസും ഡയറക്റ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഗോൾ ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആണ്, ടീം സ്പിരിറ്റാണ്, ടീം കോർഡിനേഷൻ വേണം, കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്, കൊഹസീവാണ്, ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ചാണ്, ഹ്യൂമൻ റിലേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഈ മാനേജ്മെൻറ്റിന് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളെ സിലബസ് കുറച്ച് വൈഡായതുകൊണ്ട് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ആൻസർ പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. അത് അപ്ലോഡിങ്ങിന് ചെറിയ ബുദ്ധിമുട്ട് വരും. ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ്. നിർബന്ധമായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ മെയിനായിട്ട് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട് ആൻഡ് നിയോ ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട്. ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട് മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ലേബർ ആൻഡ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ആൻഡ് ഓൾസോ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഈ 3 പില്ലേഴ്സിലൂടെയാണ് ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട് റൺ ചെയ്യുന്നത്. ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് തോട്ടിൻ്റെ കീഴിൽ മെയിനായിട്ട് 3 തരം സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്: ബ്യൂറോക്രാറ്റിക് സ്കൂൾസ് ഓഫ് തോട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് ആൻഡ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട്. So bureaucratic management schools of thought is developed by Max Weber ആണ്. So according to this schools of thought, it mainly focused on the rules and regulations and procedures of an organization, and also it clearly mentioned the division of labor among the organization, among the different employees of an organization. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പ്രൊസീജിയേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരു സ്കൂൾസ് ഓഫ് തോട്ടാണ് ബ്യൂറോക്രസിക്. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിനും അവരുടേതായ ക്ലിയർ കട്ട് വർക്ക് ഉണ്ട് എന്ന് ഡിവൈഡ് ചെയ്യുന്ന ഒരു റൂളാണ് ബ്യൂറോക്രാറ്റിക് സ്കൂൾസ് ഓഫ് തോട്ട്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കൂൾസ് ഓഫ് തോട്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോൾ ആണ്. So according to this administrative management thought, Henry Fayol developed 14 principles of management based on his managerial experiences. According to Fayol, ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ സിസ്റ്റമാറ്റിക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ മാനേജ്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് മെച്ചപ്പെടുത്താനും അതുവഴി എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നേടാൻ പറ്റും എന്നതാണ് ഫയോള് പറയുന്നത്. ദെൻ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് തോട്ടിൻ്റെ അണ്ടറിൽ വരുന്ന മൂന്നാമത്തതാണ് സയൻറ്റിഫിക് സ്കൂൾസ് ഓഫ് തോട്ട്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ FW Taylor or Frederick Winslow Taylor. Then according to him, Taylor, this schools of thought is mainly focused on the organizational efficiency in production by increasing the organizational productiveness. അതായത് ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്തിട്ട് ഓർഗനൈസേഷനിലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡൂയിങ് ദ സയൻറ്റിഫിക് വേ ഇൻ എവരി ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ്.
അങ്ങനെ സയൻറ്റിഫിക് വേയിൽ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നതാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ഞാൻ മെയിനായിട്ട് അതിൻ്റെ കോർ പോയിന്റ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ദെൻ പിന്നെ നിയോ ക്ലാസിക്കലിൽ പറയുന്നത് നിയോ ക്ലാസിക്കൽ തിയറി ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ബിഹേവിയർ ആസ്പെക്ട്സ് ഓഫ് ആൻ എംപ്ലോയി ആൻഡ് ഓൾസോ ദ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. അപ്പോൾ നിയോ ക്ലാസിക്കൽ തിയറി ഫോക്കസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് ഇൻ ഡിറ്റർമിനിങ് ദ പ്രൊഡക്ടിവിറ്റി. ഹ്യൂമൻ ബിഹേവിയറും അതേപോലെ തന്നെ ഹ്യൂമൻ റിലേഷനുമാണ് പ്രൊഡക്ടിവിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ബിഹേവിയറൽ സ്കൂൾസ് ഓഫ് തോട്ട് പ്രകാരം പറയുന്നത്. സോ അണ്ടർ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ദർ ആർ 3 തിയറീസ്. ദർ ഈസ് Hawthorne experiment, then human relation approach, and then organizational behavioral approach. അപ്പോൾ ക്ലാസിക്കൽ തിയറി ആൻഡ് നിയോ ക്ലാസിക്കൽ സ്കൂൾസ് ഓഫ് തോട്ട് രണ്ടും കൂടിയതാണ് നമ്മുടെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് തുടങ്ങുന്നത് നമ്മൾ +1 മുതലേ പഠിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ പോട്സ്ക്രോബ് എന്ന ഒരു ഷോർട്ട് ഫോമിൽ നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ഫങ്ഷൻസും ഇവിടെ നമുക്ക് സിലബസിൽ വരുന്നുണ്ട്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഞാൻ ജസ്റ്റ് പേര് മാത്രം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് പ്ലാനിങ് ആൻഡ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. അറിയാം, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു, വെർ ഇറ്റ് ഈസ് ടു ബി ഡൺ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങിൽ ആദ്യം നമ്മൾ പറയുന്നത് ആദ്യം സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്. ദെൻ ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള പ്ലാനിങ് പ്രിമൈസസ് എന്തൊക്കെയെന്ന് ഡെവലപ്പ് ചെയ്യുക, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസസ്. ദെൻ നെക്സ്റ്റ് ഐഡൻറ്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ്സ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇവാലുവേറ്റിംഗ് ഓൾ ദീസ് ഓൾട്ടർനേറ്റീവ്സ്. Then after evaluation, selecting the best alternative from among the number of alternatives. Then implementing that selected alternative. Then coming to the last follow-up. Then next organizing and its types. Organization എന്ന് പറഞ്ഞാൽ നമ്മൾ assigning duties and responsibilities to every employees in an organization ആണ് ഓർഗനൈസിങ്ങിൽ പറയുന്നത്. സോ അതിൻ്റെ ടൈപ്സിൽ വരുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ലൈൻ ഓർഗനൈസേഷൻ, സ്റ്റാഫ് ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഇതൊക്കെ അതിൻ്റെ ടൈപ്സിൽ വരും. ദെൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് സോഴ്സസ് ഓർ മെത്തേഡ്സ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ searching for a prospective employee in an organization and apply them for jobs in an organization. നമ്മൾ ഓർഗനൈസേഷനിൽ ജോബിന് മാച്ചായ ആൾക്കാരെ കണ്ടെത്തുക. ദെൻ അവരോട് നമ്മൾ ഓർഗനൈസേഷനിൽ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, ഇൻസ്പയർ ചെയ്യിപ്പിക്കുക. അതാണ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നത്. അതിൻ്റെ സോഴ്സസ് ഓർ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സസിൽ പ്രൊമോഷൻ വരും, ട്രാൻസ്ഫർ വരും. ഓർഗനൈസേഷൻ്റെ അകത്ത് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൂടെ ഓർഗനൈസേഷൻ്റെ പുറത്ത് ഏതൊക്കെ വഴികളിലൂടെയാണ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ് വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് റിക്രൂട്ട്മെൻറ്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് വരും, കാഷ്വൽ കോളേഴ്സ് വരും, അഡ്വർടൈസ്മെൻറ്റ് വരും, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ് വരും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെയുള്ളതൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. പുറമെയുള്ള ആൾക്കാരുടെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ ജോലിക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ലേബർ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിൽ വരും. പിന്നെ മെത്തേഡ്സും ചോദിക്കാറുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ്, പിന്നെ റിക്രൂട്ട്മെൻറ്റിൽ ഓൺ ദ ജോബ്, ഓഫ് ദ ജോബ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരും. ദെൻ നെക്സ്റ്റ് സെലക്ഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റെപ്സ് ഓർ പ്രോസസ്സ്. ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാം ഒത്തിരി പറയാനുള്ളതാണ്, പക്ഷേ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ജസ്റ്റ് ആ കോർ പോയിൻ്റ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ദെൻ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റിക്രൂട്ട്മെൻറ്റിന് ശേഷം വരുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സാണ്. നമ്മളെല്ലാവരും സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. വേറെ സെലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെഗറ്റീവ് പ്രോസസ്സാണ്. നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്. ഇപ്പോൾ ഒരു 3 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 30,000 ആൾക്കാരെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3 ആൾക്കാരെ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 3 ആൾക്കാരെ, എല്ലാ ക്വാളിഫിക്കേഷൻസും കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്ന 3 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും. ബാക്കിയുള്ള 30,000 നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ തേച്ചും നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ് എന്നാണ് പറയൽ. ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ സെലക്ഷൻ്റെ സ്റ്റെപ്സ് ഓർ പ്രോസസ്സസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മളൊരു എംപ്ലോയീനെ ഒരു സ്ഥാപനത്തിലേക്ക് പ്ലേസ്മെൻറ്റ്
കൊടുക്കുക എന്നുള്ളതാണ് സെലക്ഷൻ്റെ പ്രോസസ്സിൽ വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് പ്രിലിമിനറി ഇൻ്റർവ്യൂ നടത്തുക, ദെൻ രണ്ടാമത്തത് അവരോട് റിസീവിങ് ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുക, ദെൻ അവരെ സെർച്ചിങ് ദ ആപ്ലിക്കേഷൻ ഫോം എക്സാമിൻ ചെയ്യുക, ദെൻ അതുപോലെ അവർക്ക് പ്രിലിമിനറി ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, ദെൻ അവരെ ചെക്കിങ് റെഫറൻസ് ഒക്കെ നോക്കുക, ദെൻ പിന്നെ അവർക്ക് മെഡിക്കൽ എക്സാമിനേഷനൊക്കെ നടത്തുക. ലാസ്റ്റാണ് അവരുടെ ഫൈനൽ സെലക്ഷൻ നമ്മൾ കൊടുക്കുന്നത്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്നത് ലാസ്റ്റാണ്. ദെൻ നെക്സ്റ്റ് ഡിഫൈൻ ഡയറക്റ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. ഡയറക്ഷൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കി പഠിക്കാം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് കൺട്രോളിങ് ആൻഡ്, അതായത് ഓരോ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലും ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കൺട്രോളിങ്ങും സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് അറിയാം. നമുക്ക് മൊത്തത്തിലുള്ള എംപ്ലോയീസിൻ്റെ ആക്ടിവിറ്റീസിനെ ഇഫേർട്സിനെ ഒരു കോമൺ ഗോളിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി ആൻ എഫിഷ്യൻറ്റ് കൺട്രോളിങ് സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു കൺട്രോളിങ് ഇല്ലെങ്കിൽ അവിടെ എല്ലാം കൊളാപ്സ് ആയി പോകും. പ്ലാനിങ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ ദ സപ്പോർട്ട് ഓഫ് കൺട്രോളിങ് ഫംഗ്ഷൻ ആവശ്യമാണ്. ദെൻ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെ നമ്മൾ പറയാറുണ്ട്. അവരുടെ എംപ്ലോയീസിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. ദെൻ അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ആദ്യമേ ഫിക്സ് ചെയ്ത് കൊടുക്കുക, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഓരോ എംപ്ലോയീസിനും. ദെൻ അവരുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. ദെൻ തേർഡ് സ്റ്റെപ്പിൽ വരുന്നത് നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡും അവരുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ മെഷർ ചെയ്യുക. ദെൻ എന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. അവരുടെ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ലേ എന്ന് നോക്കുക. എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ എഫിഷ്യൻ്റ് എംപ്ലോയി ആണ് എന്ന് അവർക്ക് അത്രമാത്രം കൺട്രോളിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാവും. ഇനി ഇൻ കേസ് നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിലേക്ക് അവരെ പെർഫോമൻസ് എത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല, അതിനുള്ള കോസസ് എന്തൊക്കെയാണ്, ആ കോസസ് നമ്മുടെ കൺട്രോളിൽ വരുന്നതാണോ, ഓർഗനൈസേഷൻ്റെ കൺട്രോളിൽ വരുന്നതാണോ, അല്ല പുറത്തുള്ള കൺട്രോൾ കൊണ്ടാണോ. അപ്പോൾ നമ്മൾ കൺട്രോളാണെങ്കിൽ അതിനുള്ള ടേക്കിംഗ് നെസസറി ആക്ഷൻസ് എടുക്കാം. എന്നിട്ട് അവരുടെ പെർഫോമൻസും കൂടി പിന്നെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സജ്ജാക്കാം. ഇനി അതല്ല ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെ ലീവ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് സ്റ്റെപ്സാണ് കൺട്രോളിങ്ങിന് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മെയിനായിട്ട് നമ്മൾ തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ നമ്മളെടുത്ത് പറയേണ്ട കുറച്ച് തിയറീസ് ഉണ്ട്. നമ്മളെ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി. അക്കോർഡിംഗ് ടു മാസ്ലോ നമ്മുടെ ഓരോ നീഡ്സും ഇങ്ങനെ ഒരു ഹയറാർക്കി, ഒരു ചെയിൻ ആയിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ബേസിക് നീഡ്സ്, ഫുഡ്, ഷെൽട്ടർ, പിന്നെ അതുപോലെ ഇതുപോലെയുള്ള ബേസിക് നീഡ്സ്, വാട്ടർ, ഇതൊക്കെ നമ്മൾ ബേസിക് നീഡ്സിൽ വരുന്നതാണ്. സോ അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ദെൻ രണ്ടാമത്തെ ഹയറാർക്കിയിൽ വരുന്നത് സേഫ്റ്റി നീഡ്സാണ്. നമുക്ക് സേഫ്റ്റി വേണം. ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തത് സോഷ്യൽ നീഡ്സാണ്. നമുക്ക് കെയർ ആൻഡ് ലവ്, അഫെക്ഷൻ ഫ്രം അതേഴ്സ്, അതാണ് നമ്മൾ സോഷ്യൽ നീഡ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എസ്റ്റീം നീഡ്സ്. ദെൻ ലാസ്റ്റ് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. നമ്മളെല്ലാം കൊണ്ടും ഓക്കെ ആയി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇങ്ങനെ ഒത്തിരി നീഡ്സിലൂടെയാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി പോകുന്നത്. ദെൻ രണ്ടാമത്തെ തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ് ഹേഴ്സ്ബർഗ് 2 മോട്ടിവേഷൻ തിയറി. അതിൽ മെയിനായിട്ട് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ തിയറിയിൽ വരുന്നത് വിക്ടർ വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി. അതിലും മെയിനായിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്പെക്റ്റൻസി, അതുപോലെ ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് വാലൻസ്. ഈ 3 ഫാക്ടേഴ്സ് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്ത് പഠിക്കുക. ഞാൻ ജസ്റ്റ് പേര് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ദെൻ പിന്നെ പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മെക്ലെല്ലൻ തിയറി ഓഫ് നീഡ്സ് ആണ്. പിന്നെ ഈ മെക്ലെല്ലൻ്റെ അഭിപ്രായ പ്രകാരം 3 ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്: അച്ചീവ്മെൻറ്റ്, അഫിലിയേഷൻ ആൻഡ് പവർ. സോ ദീസ് ആർ ദ മോസ്റ്റ് എമംഗ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അതായത് ഒരുപാട് മോട്ടിവേഷൻ തിയറി ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഞാൻ പറഞ്ഞത്. ദെൻ വാട്ട് ആർ ദ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ഒരുപാട് തരത്തിലുള്ള ലീഡേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. അങ്ങനെ ആ ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലിനെ നമ്മൾ ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷണൽ ആൻഡ് ട്രാൻസാക്ഷണൽ, ഇങ്ങനെ ഒത്തിരി കാറ്റഗറിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പവർ ലീഡേഴ്സിൻ്റെ കയ്യിലും മാത്രമാണ്. അവിടെ എംപ്ലോയീസിന് ഒരു റോളും ഇല്ല അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ. സോ അതുകൊണ്ടാണ് അത് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്.
അവർക്ക് എന്തില്ല, അവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്ന് പറയുന്ന സിസ്റ്റം ഓട്ടോക്രാറ്റിക്കലില്ല. അവരെന്താണോ പറയുന്നത് അത് ഡയറക്റ്റ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുക. ദെൻ രണ്ടാമത്തെ പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്. അതൊരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ്. അവിടെ നമ്മൾ എംപ്ലോയീസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട്. അവരെയും കൂടിയും അവരുടെ തീരുമാനങ്ങളും കൂടി നമ്മൾ ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വേണ്ടി എടുക്കുന്നുണ്ട് ഡെമോക്രാറ്റിക്. അപ്പോൾ ഡെമോക്രാറ്റിക് കുറച്ചും കൂടി ഹ്യൂമൻ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഡെമോക്രാറ്റിക്കിൽ. ദെൻ പിന്നെ വരുന്നത് കൊളാബറേറ്റീവ് ആൻഡ് ഇൻസ്പയറിങ്. ഡെമോക്രാറ്റിക്കിൽ പിന്നെ നമ്മൾ എംപ്ലോയീസിൻ്റെ അഭിപ്രായം കൂടി മാനിക്കുന്നുണ്ട്. ദെൻ അത് ഒരു തരത്തിലുള്ള കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ദെൻ അത് കുറച്ചും കൂടി നമുക്ക് എംപ്ലോയീസിന് ഇൻസ്പയറിങ്, അതായത് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണ കിട്ടുന്നത് ആ ഒരു ലീഡർഷിപ്പിലൂടെയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലുള്ള ഒരു എതിരഭിപ്രായ മാനേജ്മെൻറ്റിനോട് തോന്നും ഓട്ടോക്രാറ്റിക് ആകുന്ന സമയത്ത്. ദെൻ പിന്നെ പറയുന്നത് ലൈസൻസ് ഫെയർ ആണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ലൈസൻസ് ഫെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡെലിഗേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അവിടെ പറയുന്നത് ഡെലിഗേറ്റീവ് ലീഡേഴ്സ് എക്സ്പെക്റ്റ് ദെയർ എംപ്ലോയീസ് ടു ടേക്ക് ദെയർ ഓൺ ഡ്യൂട്ടീസ്, ടു ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദെയർ ഓൺ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദെയർ ആക്ഷൻ. അവരെന്നെ അവരുടെ പിന്നെ ഡ്യൂട്ടീസിന് അതുപോലെ റെസ്പോൺസിബിലിറ്റീസിന് ഓണർഷിപ്പ് ഏറ്റെടുക്കുക. ഡെലിഗേറ്റീവ് സ്വമേധയാ തന്നെ അവരെന്നെ അവരെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നുള്ള അതിനുള്ള ഒരു ഓണർഷിപ്പ് അവരെന്നെ എടുക്കുക. ഇൻ കേസ് അവർ ആ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് അവരെന്നെ എടുക്കുക. അതാണ് ഡെലിഗേറ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. Delegative leaders expect their employees to take ownership of their duties and responsibilities for their actions. ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫോർമേഷനലാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം അതൊരു എന്താ പറയണ്ടേ, അവിടെ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ദാറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോക്കസ്ഡ് ഓൺ ഗെറ്റിംഗ് ദർ ടീംസ് ടു ബൈ വിഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് മേക്ക് സപ്പോർട്ടീവ് ആക്ഷൻസ് ടു ഡു ദെയർ റെസ്പെക്റ്റീവ് ജോബ്. എംപ്ലോയീസിന് നല്ല സപ്പോർട്ടീവ് അതങ്ങ് സപ്പോർട്ട് കൊടുത്തിട്ട് ഓർഗനൈസേഷൻ്റെ വിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഫോക്കസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വിഷനറി അപ്രോച്ചാണ്, അതൊരു മോട്ടിവേറ്റിംഗ് അപ്രോച്ചാണ്. കാരണം നമ്മൾ എംപ്ലോയീസിന് നെസസറി സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഓർഗനൈസേഷൻ്റെ മെയിൻ വിഷനിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രാൻസാക്ഷണൽ സ്റ്റൈലാണ്. അതൊരു മാനേജീരിയൽ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ് അതിൽ വരുന്നത്. അവിടെ ഒരു തരത്തിലുള്ള എമ്പതിയും അവിടെ നമ്മൾ കാണിക്കുന്നില്ല. അത് ഓർഗനൈസേഷൻ ഒരു അതായത് എംപ്ലോയീസിന് ഒരു എമ്പതി നമ്മൾ കാണിക്കാതെ കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു ബോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. അതിൻ്റെ താഴെ ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ടാവും, ഫെലോ എംപ്ലോയീസ് ഉണ്ടാവും. അവരുടെ വർക്ക് മൊത്തത്തിൽ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഗെറ്റിംഗ് ദ അൾട്ടിമേറ്റ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. അതാണ് സൂപ്പർവിഷൻ. അപ്പോൾ അങ്ങനെ സൂപ്പർവിഷൻ ചെയ്യുന്നതിന് ഒത്തിരി എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ പീപ്പിൾ വേണം, പ്ലേസ് വേണം, പ്രോസസ്സ് വേണം, പെർഫോമൻസ് വേണം, പോസിബിലിറ്റീസ് വേണം. ഇത്രയൊക്കെ എലമെൻറ്റ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? ഇറ്റ്സ് പ്രോസസ് ആൻഡ് ടൈപ്സ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ അറിയാം, ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിൽ വേണം, എന്നാലേ നമുക്ക് ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതുപോലെ തന്നെ മെയിനായിട്ട് 2 ടൈപ്പ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഉണ്ട്. ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രക്ചറൊക്കെ ഫോളോ ചെയ്യുന്നത് ഫോർമലും. ഇൻഫോർമൽ നമ്മൾ സാധാ കാഷ്വൽ ടോക്കായിട്ട് സംസാരിക്കുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. അതിനെ നമ്മൾ മുന്തിരി വള്ളിയോട്, ഗ്രേപ്പ് വൈനോടായിട്ടാണ് നമ്മളതിനെ താരതമ്യപ്പെടുത്തുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു ഏരിയ എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതിൻ്റെ പ്രോസസ്സ് മീൻസ് എന്തൊക്കെ സ്റ്റെപ്സ് വേണം ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ അതൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ
വാട്ട് ഈസ് TQM ആൻഡ് ഇറ്റ്സ് ടെക്നിക്സ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടെക്നിക്സ് എന്താണെന്നാണ് അറിയാം. ഓർഗനൈസേഷനിലെ മൊത്തം മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള ഒത്തിരി ടൂൾസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ TQM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ മാനേജ്മെൻറ്റ് അപ്രോച്ച് ടു ലോങ് ടേം സക്സസ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനിലൂടെ മാനേജ്മെൻറ്റിൻ്റെ ലോങ് ടേം സക്സസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു അപ്രോച്ചാണ് TQM. അതിനൊത്തിരി ടെക്നിക്സ് അവർ എംപ്ലോയ് ചെയ്യുന്നുണ്ട് പിന്നെ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ജസ്റ്റ് പേര് മാത്രം: 6 സിഗ്മ അപ്രോച്ച്, പാരറ്റോ അനാലിസിസ്, റൂട്ട് കോസ് അനാലിസിസ്, അതുപോലെ കെയ്സൺ അനാലിസിസ്, ദെൻ കൺട്രോൾ ചാർട്ട്സ്, ദെൻ പിന്നെ ഫിഷ് ബോൺ ഡയഗ്രാം, ഇതുപോലെയുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് എടുത്ത് പറയുന്നുണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ അബൌട്ട് ദ കെയ്സൺ ഫിഷ് ബോൺ തിയറി. കെയ്സൺ ഫിഷ് ബോൺ തിയറി അതിനൊരു പിന്നെ ഒരു ഫിഷിൻ്റെ ഷെല്ലിനോടാണ്, സ്കെൽട്ടനോടാണ് അത് പിന്നെ കമ്പയർ ചെയ്യുന്നത്. ഇറ്റ് കമ്പയർസ് ദ സ്കെൽട്ടൺ ഓഫ് എ ഫിഷ് വിത്ത് ദ ഹെഡ്. ആ ഫിഷിനൊരു തലയുണ്ടാവും. ആ തല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഹെഡ് സ്റ്റാൻഡ്സ് ഇൻ പ്രോബ്ലം ആൻഡ് ദ ബോൺസ്, അതിൻ്റെ മുള്ളുകൾ ഉദ്ദേശിക്കുന്നത് വാട്ട് ആർ ദ കോസസ് ഓഫ് ദാറ്റ് പ്രോബ്ലം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഫിഷിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതിൻ്റെ ഹെഡ്. ആ ഹെഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൻ്റെ ബോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള പിന്നെ ആ പ്രശ്നങ്ങൾ വരാനുള്ള പിന്നെ കോസസ് എന്തൊക്കെ, അതാണ് അതിൻ്റെ ബോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഹെഡ് സ്റ്റാൻഡ്സ് ഇൻ പ്രോബ്ലം ആൻഡ് ദ ബോൺ സ്റ്റാൻഡ്സ് in problem and the bone stands in for the other group. That was mainly problems. ഏതൊക്കെ പ്രോബ്ലംസ് ആണ് പിന്നെ ഈ പിന്നെ പ്രശ്നത്തിന് വരുന്നത്, ദെൻ എന്തൊക്കെ രീതികളിലൂടെയാണ് ആ പ്രോബ്ലത്തെ, ആ മെയിൻ റൂട്ട് കോസ് പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ഫിഷ് ബോൺ ഡയഗ്രാം പിന്നെ കൊണ്ടുവന്നത് ഇഷ്കാവ, ISHIKAWA. ഇഷ്കാവ ഡയഗ്രാം ഒന്നും കൂടി പറയാറുണ്ട്. ദെൻ ദിസ് ഡയഗ്രാം മെയിൻലി ഫോക്കസസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് എനി സ്മോൾ ഓർ പോസിറ്റീവ് ചേഞ്ച് can reap a significant or continuous improvement in an organization. അതായത് എന്തെങ്കിലും പോസിറ്റീവ് ആക്ഷൻസിലൂടെ ഓർഗനൈസേഷൻ്റെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സക്സസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ചേഞ്ചസ് ഇൻ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ സാമ്യപ്പെടുത്തിയത് ഒരു ഫിഷിൻ്റെ സ്കെൽട്ടണായിട്ടാണ് സാമ്യപ്പെടുത്തിയത്. അതിൻ്റെ ഹെഡിനെ മെയിൻ പ്രോബ്ലംസ് ആയിട്ടും ആ പ്രോബ്ലംസിൻ്റെ കോസസിനെ അതിൻ്റെ ബോൺസ് ആയിട്ടും ദെൻ അത് സോൾവ് ചെയ്യാനുള്ള മെഷേഴ്സും കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അബൌട്ട് കേസ് ആൻഡ് ഫിഷ് ബോൺ തിയറിയിൽ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ്. രണ്ട് തരം ഓഡിറ്റ് ഉണ്ട്. എന്താണ് സോഷ്യൽ ഓഡിറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിക്കുക. ദെൻ അതുപോലെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിക്കുക. അതിൻ്റെ കൂടെ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. പിന്നെ ഈ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഫസ്റ്റ് കൊണ്ടുവന്നത് TG റോസ് ആണ്. പിന്നെ ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രകാരം and this audit is mainly conducted by the employees of a company or by an independent consultant. For what purpose they are conducting this management audit? It is mainly focused on the critical evaluation of management as a team rather than the appraisal of employees. ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ അപ്രൈസ് ചെയ്യുന്നതിന് പകരം ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്താം. മാനേജ്മെൻറ്റിൻ്റെ പോക്ക് എങ്ങനെയാണ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സൊക്കെ, അതിൻ്റെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു മാനേജ്മെൻറ്റിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ ചെയ്യുന്നത്. വേറെ സോഷ്യൽ ഓഡിറ്റിൽ ദിസ് കോൺസെപ്റ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ഫ്രൈ ആൻഡ് ഉള്ള റെസ്നർ. ജോൺ ഫ്രൈ ആൻഡ് ഉള്ള റെസ്നറാണ്. പിന്നെ ഈ സോഷ്യൽ ഓഡിറ്റിൽ ഇറ്റ് ഈസ് മെയിൻലി കണ്ടക്റ്റഡ് ജോയിൻലി ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദ പീപ്പിൾ. ജനങ്ങളും ആ നാട്ടിലുള്ള ജനങ്ങളും ആ നാട്ടിനെ ഭരിക്കുന്ന ഗവൺമെൻറ്റും തമ്മിൽ ജോയിൻ്റായിട്ട് ചെയ്യുന്ന ഓഡിറ്റാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി ഇൻ ജനറലാണ് സോഷ്യൽ ഓഡിറ്റിൽ വരുന്നത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾക്ക് ഒരു പിന്നെ
ഇതിൽ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സിലബസും കൂടിയാണ്. ഞാൻ ജസ്റ്റ് എന്താണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ലൈനിൽ ഞാൻ മെൻഷൻ ചെയ്തത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ആഴത്തിൽ ഡീപ്പായിട്ട് പഠിക്കാം. സോ ഈ ക്വസ്റ്റ്യൻസൊക്കെ മൈൻഡിൽ ഓർത്ത് വെക്കുക. ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് കേട്ടിട്ട് പഠിച്ചിട്ട് ആദ്യമായിട്ട് യൂട്യൂബിൽ നമ്മൾ FIUGP പ്രകാരം കോർ പേപ്പറായ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നിങ്ങളുടെ മറ്റുള്ള കോളേജിലെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മറ്റുള്ള കോളേജിലെ കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇനിയും ഞാൻ കമ്മിങ് വീഡിയോസിൽ എല്ലാ സബ്ജക്റ്റും ഞാൻ ഡീൽ ചെയ്യുന്നതാണ്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ദ റിച്ച് എജു. ദെൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഇനി വീഡിയോസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമല്ലോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.